സ്നേഹം നിറഞ്ഞ അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, വന്ദേ മാതരം ഈ ഭാരതം മുഴുവൻ ദേശസ്നേഹത്തിൻ്റെയും ദേശാഭിമാനത്തിൻ്റെയും അത്യുജ്വലങ്ങളായ വികാരങ്ങളും വിചാരങ്ങളും ജനങ്ങളിൽ പകർന്നുകൊണ്ട് ഒരു കാലത്ത് അലയടിച്ച ഏറ്റവും വലിയ മഹത് വചനമായി. ഇന്നും അത് ജനങ്ങളെ അങ്ങേയറ്റം ആവേശഭരിതരാക്കും. നാടിനെക്കുറിച്ച്, നാടിൻ്റെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് അഭിമാനത്തോടുകൂടി സ്മരിക്കാൻ, ഈ നാടിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും പ്രേരണാദായകമായ ഒരു അനുഭവ സിദ്ധി വിശേഷം തന്നെ ഈ വന്ദേ മാതരം എന്ന ആ രണ്ട് വാക്കുകളിലൂടെ പകർന്നു നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ആ വന്ദേ മാതരം എൻ്റെ ഭാരത മാതാവേ എന്ന് അങ്ങേയറ്റം ഭക്തിയോടും ബഹുമാനത്തോടും കൂടി അഭിസംബോധന ചെയ്യുന്ന ഓരോ ദേശഭക്തൻ്റെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ധ്വംസിച്ചുകൊണ്ട് അവർക്കെല്ലാം മനോവേദന ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഭാരതത്തിൽ നടന്നു വരുന്ന ഈ പ്രകൃതിയെ നശിപ്പിക്കുവാൻ വേണ്ടി നടന്നു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം ഉത്കണ്ഠയോടും വേദനയോടും അമർഷത്തോടും കൂടിയാണ് ഓരോരുത്തരും ഇന്ന് കണ്ടുവരുന്നത്. സസ്യശ്യാമളാം എന്ന് വന്ദേ മാതര ഗാനത്തിൽ നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറയാറ്. നമ്മുടെ നാടിൻ്റെ പച്ചപ്പ്, പ്രകൃതി സൗന്ദര്യം, കമനീയമായ ആകർഷകമായ മനോഹരമായ കാഴ്ചകൾ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ മണ്ണിനെ, വെള്ളത്തെ എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇച്ഛ ലാഭങ്ങൾക്ക് വേണ്ടി കൊതി തീർക്കുന്നതിന് വേണ്ടി തങ്ങളുടെ എല്ലാം ദാഹവും ആർത്തിയും ദുരയും ഒക്കെ ശമിക്കുന്നതിന് വേണ്ടി ഇതിനെയെല്ലാം ഇരകളാക്കി തീർക്കുകയാണ്. സസ്യശ്യാമളമായ പ്രകൃതിജന്യമായ സൗകുമാര്യം നിറഞ്ഞ ഈ നാടിനെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ ലാഭത്തിനു വേണ്ടി കൊള്ള ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ നമുക്കെങ്ങനെ കരുതാം? അവർ രാജ്യദ്രോഹികളാണ്. നമ്മുടെ നാട്ടിലെ നദിയും അതുപോലെ പച്ചപ്പും നീർത്തടങ്ങളും നെൽവയലുകളും കുന്നും എല്ലാം നമുക്ക് എത്രയോ ഹൃദയഹാരിയാണ്. നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നാം സൂക്ഷിച്ചു വെച്ചു പോരുന്ന അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും നിറകുടങ്ങളാണ്. ഇതൊന്നുമില്ലെങ്കിൽ, പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? പ്രകൃതിയെ ഒരിക്കലും ചൂഷണം ചെയ്യാനുള്ളതല്ല എന്ന് നമ്മുടെ മഹർഷി ശ്രേഷ്ഠന്മാർ പറയുന്നു. ഈ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെമ്പാടുമുള്ള ജനങ്ങളുടെ മനസാക്ഷിയെ കുത്തി നോവിച്ചുകൊണ്ട് ആറന്മുളയ്ക്ക് സമീപം നെൽവയലുകളും നീർത്തടങ്ങളും നികത്തിക്കൊണ്ട് ഒരു വലിയ വിമാനത്താവളം വരുന്നു. വിമാനത്താവളം മാത്രമല്ല, അവിടെ അതോടൊപ്പം തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും ഇന്റർനാഷണൽ സ്കൂളുകളും അടങ്ങുന്ന വൻ നഗരമാക്കി മാറ്റാൻ പോവുകയാണ്. ആറന്മുള എന്ന് പറയുന്നത് നമ്മുടെ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ആറന്മുള ഒരു പൈതൃക ഗ്രാമം എന്നുള്ള നിലയ്ക്കാണ്. UNOയുടെ വിഭാഗം UNDP എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം പഠനം നടത്തിയതിനു ശേഷം, നിരീക്ഷണ ഗവേഷണ പഠനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ആറന്മുളയെ ഒരു പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക പരിസ്ഥിതി വകുപ്പുകളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികളും ഒക്കെ ഈ ആറന്മുളയെ ഒരു പൈതൃക ഗ്രാമമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും ആറന്മുളയ്ക്ക് ആറന്മുളയുടേതായ സാംസ്കാരിക തനിമയുണ്ട്. കാലാകാലങ്ങളായി തലമുറ കൈമാറി ജനങ്ങൾ അതിനെ തൊട്ടിയിലിട്ട് താരാട്ടുപാട്ടി വളർത്തിക്കൊണ്ടുവന്നൊരു പൈതൃകമുണ്ട്. തേനും പാലും പഴവും കൊടുത്ത് തൊട്ടിയിലിട്ട് താരാട്ടുപാട്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ പൈതൃകം ആറന്മുളയിലുണ്ട്. ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുത പ്രതിഭാസമാണ്. എങ്ങനെ അത് അത്തരത്തിൽ ഒരു കണ്ണാടി നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണ പഠനങ്ങൾ വലിയ അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും നടത്തിയിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത എന്തെല്ലാം അത്ഭുത രഹസ്യങ്ങൾ ആ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിലുണ്ട്. അതുപോലെ തന്നെ ആറന്മുളയുടെ പൈതൃകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് പമ്പാ നദിയുടെ തീരപ്രദേശത്ത് സിന്ധു നദീതട സംസ്കാരം പോലെ പൂത്തുലഞ്ഞ് പുഷ്പിച്ച് അങ്ങ് സൗരഭ്യവും സൗന്ദര്യവും പ്രസരിപ്പിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമുക്ക് ഓർക്കാനുള്ളത്. അഭിമാനത്തോടു കൂടി നമുക്ക് ഓർക്കാൻ കഴിയും.
പമ്പയുടെ തീരപ്രദേശങ്ങളിൽ കലയും സാഹിത്യവും വ്യാപാരവും വിദ്യാഭ്യാസവും ഒക്കെ എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേയറ്റം പ്രശസ്തമായ നിലയിൽ, ഉന്നതമായ നിലയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി ഓർക്കാൻ കഴിയുന്നതാണ്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് അന്വേഷണം നടത്താനും ഗവേഷണം നടത്തുവാനും ഗവൺമെന്റ് തന്നെ പണം ചെലവഴിച്ച് നിരവധി ചരിത്രകാരന്മാരെല്ലാം രംഗത്ത് വരികയും ഒക്കെ ചെയ്തത് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് ലോകം അറിയുന്നു, അതേപ്പറ്റി പഠനം നടത്താൻ ആളുണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ മുസിരീസ് പട്ടണത്തെക്കുറിച്ച് വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വമ്പൻ ഗവേഷണ പഠനങ്ങൾ നടത്തുന്നു. പക്ഷെ എന്തുകൊണ്ട് പമ്പാ നദീതട സംസ്കാരത്തെക്കുറിച്ചും അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും പഠനം നടത്തുവാൻ നാളിത് ഭരിച്ചിരിക്കുന്ന സർക്കാരുകൾക്ക് കഴിയുന്നില്ല? കഴിയേണ്ടതല്ലേ? കഴിയേണ്ടതാണ്. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ അതിന് തയ്യാറെടുക്കേണ്ട സന്ദർഭം ഇതാണ്. ഈ പൈതൃകത്തെ മുച്ചൂടം നശിപ്പിക്കാൻ എന്തുകൊണ്ട് ചില കൊള്ളലാഭവും ലാഭക്കൊതി ഒക്കെയുള്ള കച്ചവട കണ്ണുള്ള നിരവധി ആളുകൾ ഇന്ന് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിമാനത്താവള പദ്ധതി ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ആറന്മുള ക്ഷേത്രത്തിന്റെ ആ പൈതൃകത്തെ ഒന്നാകെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിമാനത്താവള പദ്ധതിയുമായി KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഏജൻസി തയ്യാറായിരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആറന്മുളയിലെത്തിയത് കുറെ കച്ചവട സംഘങ്ങളാണ്. അവർ പറഞ്ഞു മത്സ്യകൃഷി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് നിലം നികത്തണം, കുറച്ച് പാടശേഖരം നികത്തണമെന്ന് പറഞ്ഞു. ജനങ്ങൾ വിചാരിച്ചു ഒരു മത്സ്യകൃഷി നടത്താനല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു എയർ സ്ട്രിപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴും ജനങ്ങൾ സംശയിച്ചില്ല. അങ്ങനെ 150-200 പരം ഏക്കർ ഭൂമി, നിലം, പാടശേഖരം ഒന്നാകെ തന്നെ നികത്തി ഒരു വൻ മല ഇടിച്ചു നിരത്തി ആ മണ്ണ് ഈ പാടശേഖരത്ത്, ഈ പുഞ്ചപ്പാടശേഖരത്തേക്ക് മറിച്ചിട്ടു. അങ്ങനെ അത് മുഴുവൻ നികത്തിയെടുത്തു. ഏതാണ്ട് 200ഓളം ഏക്കർ ഭൂമി നികത്തിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അവരുടെയും കള്ളക്കളി വെളുത്തെത്തു വന്നു. അവരുടെ ഉദ്ദേശം എയർ സ്ട്രിപ്പുമായിരുന്നില്ല, മത്സ്യകൃഷിയുമായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവർക്ക് ഈ കനകം വിളയുന്ന ആറന്മുള ക്ഷേത്രത്തോടനുബന്ധമായി നിലകൊള്ളുന്ന ഈ പാടശേഖരത്തെ, നെൽവയലിലെ നീർത്തടം ഒക്കെ തന്നെ നശിപ്പിച്ച് ഒരു കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു ഇതിന്റെ പിന്നിൽ. വളരെ വ്യക്തമായി ആ ഭൂമി ആണ് KGS ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങിച്ചത്. അത് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു എയർപോർട്ട് ഉണ്ടാക്കണം, അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കണം, ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് എന്നവർ അതിന്റെ പേരിട്ടു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കാൻ വേണ്ടി അവർ സർക്കാരിനെ സമീപിക്കുന്നു, കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും സമീപിക്കുന്നു. അങ്ങനെ ഗവൺമെന്റ് അതിന് അനുമതി കൊടുക്കുക. ഗവൺമെന്റ് എന്തുകൊണ്ട് 1 ഏക്കർ ഭൂമി പോലും ഇല്ലാത്ത KGS ഗ്രൂപ്പിന് ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണോ എന്നുള്ളതിനെ കുറിച്ച് പോലും ചിന്തിക്കുക. ഇപ്പോൾ ഏറ്റവും അവസാനമായി കേന്ദ്രത്തിന്റെ എല്ലാ പരിസ്ഥിതി മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും അതുപോലെ ഓരോ വകുപ്പുകളും ഒക്കെ അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം ചിങ്ങമാസം 1-ാം തീയതി ഈ കേരളം കേട്ട വാർത്ത ഞെട്ടലോടെയാണ്. പ്രകൃതി സ്നേഹികളെ അങ്ങേയറ്റം അമ്പരപ്പിക്കുന്നതായി. അവിടെ ഹൃദയാന്തരാളത്തിൽ ഒരു വലിയ വിസ്ഫോടനമുണ്ടായി. അവിടെ നെഞ്ചത്ത് കുത്തുന്ന ഒരു വാർത്തയാണ് കേട്ടത്. എന്തായിരുന്നു വാർത്ത? ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MP അതേക്കുറിച്ച് പറഞ്ഞത് എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്കൊരു നവവത്സര സമ്മാനം നൽകിയിരിക്കുന്നുവെന്നാണ്. PJ കുര്യൻ കേന്ദ്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഈ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിൽ കളിച്ചു വളർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അതുപോലെ ആന്റോ ആന്റണി എന്ന് പറയുന്ന ഈ ആറന്മുളയിലും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങളെ മുഴുവൻ തന്നെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം, ഇവരെല്ലാവരും കേന്ദ്രത്തിൽ പോയി സ്വാധീനം ചെലുത്തി ഈ ആറന്മുള എയർപോർട്ടിന് വേണ്ടി, വിമാനത്താവളത്തിന് വേണ്ടി മാത്രം ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അനുമതി വാങ്ങിച്ചത് എന്തിനു വേണ്ടിയാണ്? പൈതൃകത്തെ കൂട്ടക്കൊല ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചവർ, അതിന്റെ ആരാച്ചാരന്മാരായിട്ട് ജനപ്രതിനിധികൾ മാറണോ എന്ന് അവർ അവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ. ഒരിക്കലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ സാധ്യമല്ല. ആ എയർപോർട്ട് ഒന്നാകെ തന്നെ അവിടെ വരുത്തി ആ നാടിന്റെ മുഴുവൻ പൈതൃകം, അവിടുത്തെ ജനങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ എല്ലാമായ പൈതൃകം, അതിനെ നശിപ്പിക്കാൻ ജനപ്രതിനിധികൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? നിങ്ങൾ ജനപ്രതിനിധികളാണ്. വാസ്തവത്തിൽ ഈ കേന്ദ്ര അനുമതി എന്ന് പറയുന്നത്
ഒരു കൊലക്കയറാണ്. ഈ പരിസര പമ്പയുടെ തീരപ്രദേശങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ അവർ മാറോട് ചേർത്ത് പോറ്റി വളർത്തിയ തങ്ങളുടെ പൈതൃകത്തെ കൊല ചെയ്യാൻ വേണ്ടി കൊലക്കയർ നീട്ടിയിരിക്കുകയാണ്. അതാണ് കേന്ദ്രാനുമതി. ആ കേന്ദ്രാനുമതി കൊലക്കയറാണെങ്കിൽ ഈ പൈതൃകത്തെ മുഴുവൻ തന്നെ മുച്ചൂടൻ തൂക്കിലെത്തി അതിനെ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നവരാരാണ്? ആരാക്കാരന്മാരാരാണ്? KGS ഗ്രൂപ്പും ആന്റണി MP-യും PJ കുര്യൻ MP-യും അതുപോലുള്ള ആളുകളാണ്. അവരുടെ ലക്ഷ്യമെന്താ? ആറന്മുളയുടെ മഹത്തായ പൈതൃകം നശിപ്പിച്ചതുകൊണ്ട് അവർക്ക് എന്ത് നേടാനാണ്? എന്ത് ചില്ലിക്കാശിന് വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? പറയൂ. ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ഹൃദയാന്തരാളത്തിൽ ഇന്നും വഞ്ചിപ്പാട്ട് തുടികൊട്ടുകയാണ്. ആ വഞ്ചിപ്പാട്ടിന്റെ ഒരു സീന് പോലും അറിയാൻ പാടില്ലാത്തവരാരും ഈ പമ്പയുടെ തീരപ്രദേശങ്ങളിൽ എങ്ങുമില്ല. ആ വഞ്ചിപ്പാട്ടിനും പള്ളിയോടങ്ങൾക്കും ആറന്മുള ജലോത്സവത്തിനും ഒക്കെയുള്ള ആ സാംസ്കാരിക തനിമ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു നാടിന്റെ മുഴുവൻ തന്നെ ഹൃദയത്തുടിപ്പും ഹൃദയവികാരവുമായി മാറിയിട്ടുള്ള ഈ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരിക്കലും അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും വേറിട്ട് മാറ്റി നിർത്താൻ സാധ്യമല്ല. പമ്പയുടെ തീരപ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് ആറന്മുളയപ്പൻ, തിരുവാറന്മുളയപ്പൻ. തിരുവാറന്മുള ക്ഷേത്രം നിലകൊള്ളുന്നത് ഒരു കാർഷിക സംസ്കൃതിയുടെ ഒരു പ്രതീകമായിട്ടാണ്. അവിടെ ജനങ്ങൾ ഇന്നും പോകുമ്പോൾ തങ്ങളുടെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും പൈതൃകത്തോടും ധർമ്മത്തോടുമുള്ള വിധേയത്വം, ഒരു പ്രതിബദ്ധത അവർ അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ആ ക്ഷേത്രത്തിന്റെ തൊട്ടു മുമ്പിൽ നിങ്ങൾക്ക് ഏവർക്കും കാണാൻ കഴിയും പുത്തരിയാൽ. ആ പുത്തരിയാൽ എന്തുകൊണ്ട് അവിടെ ഉണ്ടായി? എന്തുകൊണ്ട് അതിനെ പുത്തരിയാൽ എന്ന് വിളിക്കുന്നു? എല്ലാ വർഷവും നടക്കുന്ന ആ പുഞ്ചപ്പാടത്ത് നടക്കുന്ന വിരിപ്പുകാലായിലുമൊക്കെ നടക്കുന്ന കാർഷികോത്സവത്തോടനുബന്ധിച്ച് അവിടെയുള്ള കർഷകരും കർഷക തൊഴിലാളികളും എല്ലാവരും കച്ചകളുമായി ചുമന്ന് നാമമന്ത്രം ജപത്തോടുകൂടി തങ്ങളുടെ എല്ലാമായ തിരുവാറന്മുളയപ്പന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സ്ഥലമാണ് പുത്തരിയാൽ. ആ പുത്തരിയാലിന്റെ ചുവട്ടിൽ അവർ എത്രയോ ഭക്തിയോടുകൂടി തങ്ങളുടെ കാർഷിക സംസ്കൃതിയെ അവർ താരാട്ടുപാട്ടി വളർത്തി അവരുടെ ഹൃദയാന്തരാളത്തെ അവർ സൂക്ഷിച്ചു, പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ഇന്നും പുത്തരിയാൽ തലയുയർത്തി അമ്പരചുംബിയായി നിൽക്കുന്നു. അതിന്റെ ഇലകൾ കാറ്റത്ത് ആടി മർമ്മരമുണ്ടാക്കുമ്പോൾ അവിടെയുള്ള ഓരോ ജനങ്ങളുടെയും ആ പ്രദേശത്ത് നിവാസികളുടെയുമല്ല ഹൃദയത്തിൽ തുടികൊട്ടുന്നത് പഴയ കാലത്ത് ആ പാടശേഖര കർഷക തൊഴിലാളികൾ പാടിയ ഞാറ്റുവേല പാട്ടുകളുടെ ഈരടികളാണ്. അതവരുടെ ഹൃദയത്തിൽ തുടികൊട്ടുകയാണ്. ഒരു സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഉജ്ജ്വലമായ പ്രതീകം ഇന്നും നമുക്ക് തിരുവാറന്മുള ക്ഷേത്രത്തിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന പുത്തരിയാൽ കാണാം. നമുക്കൊക്കെ അറിയാം, ആ തിരുവാറന്മുള ക്ഷേത്രത്തിൽ എപ്പോഴും നടക്കാർ ഉള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ചോദ്യളവ്. ആ ചോദ്യളവെന്ന് പറയുന്നത് നെല്ല് മുഴുവൻ തന്നെ പറയിൽ നിറച്ച് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും കർഷകർക്കും കൊടുക്കുന്ന ചടങ്ങാണ്. ഇന്നും അത് നടക്കുന്നു, മുടങ്ങിയിട്ടില്ല. പുത്തരിയാലുണ്ടെങ്കിൽ ചോദ്യളവുണ്ടെങ്കിൽ കാർഷിക സംസ്കൃതിയുമായി അനുഷ്ഠാനങ്ങൾ ഇന്നും നിലനിൽക്കുമെങ്കിൽ തീർച്ചയായും തിരുവാറന്മുള ക്ഷേത്രത്തിന്റെ പുത്തരിക്കണ്ടമാണ് ഇപ്പോൾ വിമാനത്താവളത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന പാടശേഖരമെന്ന് അസന്നിഗ്ധമായി ആർക്കും പറയാൻ കഴിയും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ പാടശേഖരം പുത്തരിക്കണ്ടമാണ്, തിരുവാറന്മുളയപ്പന്റെ പുത്തരിക്കണ്ടമാണ്. ശബരിമല ക്ഷേത്രത്തിന് 18 മലകൾ ഉൾക്കൊണ്ട വനപ്രദേശം ഒന്നാകെ തന്നെ പൂങ്കാവനം എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല ശ്രീധർമ്മ ശാസ്താവും പൂങ്കാവനവും എങ്ങനെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തിരുവാറന്മുളയപ്പനും പുത്തരിക്കണ്ടവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുത്തരിക്കണ്ടം ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂപ്രദേശവും പാടശേഖരവുമാണ് എന്ന് തന്ത്രിമുഖ്യൻ യാതൊരു സംശയവുമില്ലാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ ആധികാരികമായ വാക്ക് പറയേണ്ട ബഹുമാനപ്പെട്ട സംപൂജ്യനായ തന്ത്രശ്രേഷ്ഠൻ തിരുവാറന്മുളയപ്പന്റെ പുത്തരിക്കണ്ടമാണ് ഈ പാടശേഖരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുത്തരിക്കണ്ടത്തെ സൂക്ഷിക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട, അതിന്റെ അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്, ഭക്തന്മാർക്കുണ്ട്, പ്രകൃതി സ്നേഹികൾക്കുണ്ട്,
പൈതൃകത്തെ വിശ്വസിക്കുന്നവർക്കും. അതുകൊണ്ട് ഈ ഒരു വലിയ വിമാനത്താവളം ഉണ്ടാക്കുന്ന ആപത്തെന്താണ്? വാസ്തവത്തിൽ ഇങ്ങനൊരു വിമാനത്താവളം അവിടെ ആവശ്യമുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. പൈതൃകത്തിന്റെ മാത്രം പ്രശ്നമല്ല, ആ പ്രദേശത്തെമ്പാടുമുള്ള പാരിസ്ഥിതികമായിട്ടുള്ള നിലനിൽപ്പ് പോലും അപകടത്തിലാവില്ലേ? 2500-3500 ഏക്കർ വരുന്ന ഒരു വലിയ പാടശേഖരം മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവിടെ കുടിവെള്ള പ്രശ്നമുണ്ടാകും. ഏറ്റവും അധികം ഈ നാട്ടിൽ ഒരിടത്തും കാണാൻ കഴിയാത്ത ഒട്ടേറെ സസ്യജാലങ്ങൾ അവിടെയുണ്ട്. സസ്യശ്യാമളാം എന്ന് ഈ ഭാരതാംബയെ സ്മരിച്ചുകൊണ്ട് പാടുന്ന ദേശാഭിമാനികളും രാജ്യസ്നേഹികളും ഈ സസ്യജാലങ്ങളെ നമ്മുടെ അമ്മയുടെ തിരുമുറ്റത്തു നിന്നും തിരുവാറന്മുള അപ്പന്റെ തിരുമുറ്റത്തു നിന്നും എങ്ങനെ പറിച്ചെടുത്ത് ദൂരെ കളയാൻ തോന്നും? വളരെ വളരെ അനിതര സാധാരണമായ ഒരിടത്തും കാണാൻ കഴിയാത്ത ഒട്ടേറെ ഔഷധച്ചെടികൾ, അതുപോലെ മത്സ്യങ്ങൾ, പക്ഷികൾ, അങ്ങനെ പ്രകൃതിയെ അങ്ങേയറ്റം അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വലിയ സമ്പത്ത് ആ പ്രദേശത്തെമ്പാടുമുണ്ട്. ഇതേക്കുറിച്ചെല്ലാം വളരെ വിശദമായ അന്വേഷണം നടത്തിയ ഏറ്റവും പ്രശസ്തനായ പാരിസ്ഥിതിക ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻ അധ്യക്ഷൻ ഡോക്ടർ VS വിജയൻ വളരെ വ്യക്തമായി ഇതേക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം പേജുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വിദഗ്ധമായ റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കി ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ നാടിന്റെ മുഴുവൻ തന്നെ പാരിസ്ഥിതികമായ നിലനിൽപ്പിന് ആധാരമാണ് ഈ ഭൂപ്രദേശം, ഈ ഒരു വലിയ പാടശേഖരം. അത് നശിപ്പിക്കരുത് എന്ന് അദ്ദേഹം 2 കൈയും ഉയർത്തി ഈ നാട് ഭരിക്കുന്നവരോട് പറയുന്നു. ഈ നാട്ടിലെ പ്രിയങ്കരിയായ കവയിത്രി സുഗതകുമാരി അരുതേ അരുതേ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. കണ്ണീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ നാടിന്റെ ഹൃദയത്തെ നിങ്ങൾ പിണക്കരുത്. മാറിടം കുത്തി പിളർന്ന് ചോരയൊലിച്ച് കിടക്കുന്ന ആ ഭൂമാതാവിനെ നോക്കിക്കൊണ്ട്, ചേതനയേറ്റ് കിടക്കുന്ന ആ ഭൂമാതാവിനെ നോക്കിക്കൊണ്ടാണ് ആറന്മുളയുടെ കവയിത്രി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സുഗതകുമാരി പാടിയത്, പറഞ്ഞത്, വിലപിച്ചത്. അങ്ങനെ എത്രയോ ആളുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, പ്രകൃതി സംരക്ഷണ സംഘടനകളുടെ ഉന്നതാധികാരികൾ, പ്രകൃതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നാളിതുവരെ ഇതപ്പര്യന്തം നടത്തിയിട്ടുള്ള ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ അതികായകന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള സമുജ്ജലരായിട്ടുള്ള നേതാക്കന്മാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ആറന്മുളയെ രക്ഷിക്കൂ, പൈതൃക ഘാതകരെ ശിക്ഷിക്കൂ, ആറന്മുളയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ രക്ഷിക്കൂ എന്ന് തന്നെയാണ്. പൈതൃകത്തെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെല്ലാം നമ്മയെല്ലാം നാമാക്കി മാറ്റിയത് എന്തോ അതിനെ സംരക്ഷിച്ചു എന്നാണ്. നമ്മളാരും മൃഗങ്ങളല്ല. നമുക്ക് ഭൗതിക ഭോഗ വസ്തുക്കളിൽ ജനിച്ച് അതിന്റെ സുഖങ്ങൾ അനുഭവിച്ച് അങ്ങനെ എന്നും ആ ഒരു ഭൗതിക സുഖത്തിൽ മാത്രം കഴിയേണ്ടവരല്ല നമ്മൾ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ മഹത്തായ ഒരു സാംസ്കാരിക പൈതൃകവും സംസ്കൃതിയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് നമ്മെ നാമാക്കി മാറ്റുന്നത്. ആ പ്രകൃതിയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാവരുത്. ആറന്മുളയപ്പൻ എന്ന് പറയുന്നത് ഈ പള്ളിയോടങ്ങളും ഈ ജലോത്സവവും അതുപോലെ വഞ്ചിപ്പാട്ടും അങ്ങനെ ഒട്ടേറെ അനുഷ്ഠാന കലകളും ഒക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ഒരു സംസ്കൃതി നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. അങ്ങനെ അത് ഹൃദയത്തിലേറ്റി കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവർ പാവപ്പെട്ടവരാണ്. ഈ ഒരു വലിയ പാടശേഖരത്തിന്റെ സമീപ പ്രദേശത്ത് 450-500 വരുന്ന കർഷക തൊഴിലാളികൾ പാവപ്പെട്ടവരാണ്. സമൂഹത്തിൽ അധസ്ഥിതരായി, അചരണരായി, പാവങ്ങളായി കഴിയുന്നവർ, ആ കർഷക തൊഴിലാളികൾ ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്. ഈ പാടശേഖരത്തെ എന്നും അവർ യാതൊരു വിധത്തിലും ഒരു സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അവർ നോക്കിക്കണ്ടിട്ടില്ല. അവരവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കൃഷിയെ സ്നേഹിച്ചവരാണ്. കൃഷി അവർക്ക് ഒരിക്കലും അന്യമായിരുന്നില്ല. അവരെ എല്ലാവരെയും അവിടെ നിന്ന് പറിച്ചു മാറ്റി, അവിടെ നിന്നും കുടിയൊഴിപ്പിച്ച്, ആ പ്രദേശത്തുള്ള ജനങ്ങളെ മുഴുവൻ തന്നെ അവിടെ നിന്ന് ആട്ടി ഓടിച്ച്, എന്തിനിത്രയും വലിയൊരു വിമാനത്താവളം? എന്തിനു വേണ്ടിയാണ്? 500 ഏക്കർ ഭൂമി സർക്കാർ നോട്ടിഫൈ ചെയ്തു, വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. പൈതൃക മേഖലയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച ഒരു ചരിത്രം
നമ്മുടെ ഭാരതത്തിൽ ഇതപ്പഞ്ഞെന്ന് നടന്നിട്ടുണ്ടോ? വേണ്ട. ഭോഗികളുടെ നാടെന്ന് പറയുന്ന അമേരിക്കയിൽ നടന്നിട്ടുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ടോ? അവരൊക്കെ അവരുടെ പൈതൃകത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് ആ പ്രദേശത്തെയൊക്കെ അടുത്ത തലമുറയ്ക്ക് കാണാവുന്ന വിധത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുകയാണ്. അങ്ങനെയാണല്ലോ UNDP ഈ കുഗ്രാമം, ഈ പറഞ്ഞ പ്രദേശം വന്ന് കണ്ട് മനസ്സിലാക്കി ഇതിനെ ഒരു പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചത്. ആരാണ്? അവർക്ക് എന്തുകൊണ്ടത് തോന്നി? ആ പൈതൃക ഗ്രാമത്തെ എങ്ങനെ ഒരു വ്യവസായ ഗ്രാമമാക്കി മാറ്റാൻ, അല്ലെ വ്യവസായ മേഖലയാക്കി മാറ്റാൻ കഴിയും? സർക്കാർ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഈ 500-ൽ പരം ഏക്കർ ഭൂമി മാറ്റി. പക്ഷെ ആ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഏതാണ്ട് 2500-ൽ പരം ഏക്കർ വരുന്ന ഒരു വിസ്തൃതമായ സ്ഥലത്തിന്റെ, ആ നെൽപ്പാടത്തിന്റെ മുഴുവൻ സർവേ നമ്പറുകളുണ്ട്. അതിന്റെ അർത്ഥം ആ നോട്ടിഫിക്കേഷന്റെ പരിധിയിൽ 2500-ൽ പരം ഏക്കർ വരുന്ന നെൽപ്പാടവും അതുപോലെ തന്നെ ഭൂപ്രദേശവും ഒക്കെ വരും. അപ്പൊ അവിടെ ഉന്നം 2500-ൽ പരം ഏക്കറാണ്. 2500-ൽ പരം ഏക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാറന്മുള അപ്പന്റെ തിരുസന്നിധാനം എന്ന് പറയുന്ന തിരുമുറ്റം വരെ വരും. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഒരു വിമാനത്താവളം 500 ഏക്കർ കൊണ്ട് വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം വിമാനത്താവളവും നെടുമ്പാശ്ശേരി വിമാനത്താവളവും ഒക്കെ 1500-2000-ൽ പരം ഏക്കർ ഭൂമിയിലാണ് നിലകൊള്ളുന്നത്. റൺവേക്ക് മാത്രം 500 ഏക്കറിൽ ഈ റൺവേക്ക് മാത്രം 5 കിലോമീറ്റർ ദൂരം വേണം, 1 കിലോമീറ്റർ വീതി വേണം റൺവേക്ക് മാത്രം. അങ്ങനെയുള്ളിടത്ത് 500 ഏക്കർ കൊണ്ട് എങ്ങനെ ഒരു വിമാനത്താവളം ഉണ്ടാക്കാനാണ്? ഈ ഭാരതത്തിലൊരിടത്തും 500 ഏക്കർ കൊണ്ട് ഒരു വിമാനത്താവളം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ KGS ഗ്രൂപ്പുകാരൻ ആവശ്യപ്പെടുന്ന 500 ഏക്കർ ഭൂമി വിമാനത്താവളത്തിൽ വേണമെന്നാണ്. ഉദ്ദേശം വളരെ വ്യക്തമല്ലേ? 500 ഏക്കർ ഭൂമി കൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഈ യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോൾ ഈ 500 ഏക്കർ വാങ്ങുന്നത് മറ്റെന്തോ ആവശ്യത്തിനാണ്. അതിലൂടെ ഒരു വലിയ ബിസിനസ് നടത്താനാണ്. അവരുടെ ലക്ഷ്യം ലാഭക്കൊതിയും കച്ചവട കണ്ണുമാണ്. അതിലൂടെ വൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനാണ്. 2500 കോടി രൂപയുമായി നിൽക്കുന്ന KGS ഗ്രൂപ്പ് അവരോട് ചോദിക്കട്ടെ, വിമാനത്താവളം നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ വേറെ സ്ഥലങ്ങളില്ലേ? ഒരു വീട് പോലും പൊളിച്ചു മാറ്റാതെ, ഒരാളുടെ ജീവിത വൃത്തിക്ക് പോലും യാതൊരു വിധത്തിലുള്ള ഹാനിയും സംഭവിക്കാതെ, പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കാതെ ഈ പത്തനംതിട്ട ജില്ലയിൽ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ പോയി ഏറ്റെടുക്കരുതോ? ഇവിടെ പാട്ട കാലാവധി കഴിഞ്ഞ ഈ എസ്റ്റേറ്റുകൾ കിടപ്പില്ലേ, അതൊക്കെ പോയി ഏറ്റെടുക്കരുതോ? എന്തുകൊണ്ടത് ഏറ്റെടുക്കുന്നില്ല? ഇവിടെ ആറന്മുളയിലെ നെൽപ്പാടങ്ങൾ മാത്രം എന്തുകൊണ്ടും മണ്ണിട്ട് നികത്തി പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന വിനാശമുണ്ടാക്കുന്ന ആ ഒരു ക്രൂര കൃത്യത്തിലേക്ക് കടന്നിറങ്ങിക്കൊണ്ടൊരു വിമാനത്താവളം എന്തിനുണ്ടാക്കണം? നാട്ടുകാർ ഇതപര്യന്തം നടത്തിയിരിക്കുന്ന പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും എതിർപ്പുകളും ഒക്കെ തിളവൽഗണിച്ചുകൊണ്ട് KGS ഗ്രൂപ്പിന് അവിടെ ഒരു വിമാനത്താവളം ഉണ്ടാക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ എന്താ കാരണം? നമ്മുടെ MLA-ക്കും MP-ക്കും അവിടുത്തെ രാജ്യസഭാ മെമ്പർക്കും ഉപാധ്യക്ഷനുമൊക്കെ അവിടെ തന്നെ ഒരു വിമാനത്താവളം വേണം എന്ന് നിർബന്ധിക്കാൻ എന്താണ് കാരണം? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. 500 ഏക്കർ ഭൂമി ഒരു വിമാനത്താവളത്തിന് പറ്റില്ല എന്ന് ഉറപ്പ്. പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളത്തിന് വേറെ ഏക്കർ കണക്കിന് 2000-ഓ 3000-ഓ ഏക്കർ ഭൂമി കിട്ടാനുണ്ട്. ഈ 2 വസ്തുതകൾ നിലനിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ KGS ഗ്രൂപ്പും നമ്മുടെ നാട് ഭരിക്കുന്നവരും ഈ വിമാനത്താവളത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറാകണം. KGS ഗ്രൂപ്പുകാർ ഇപ്പോൾ പറയുന്നത് ഈ വിമാനത്താവളം കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രയോജനം കിട്ടുമെന്നാണ്. അയ്യപ്പ ഭക്തന്മാർ ശബരിമല ക്ഷേത്രത്തിൽ വിമാനത്തിൽ തന്നെ വരണം എന്ന് ശഠിക്കുന്നവരായിട്ട് ആരുമില്ല. മാത്രവുമല്ല, ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ സാധാരണ വരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. അതിന് കാരണമുണ്ട്. കേരളത്തിന്റെ പുറത്തു നിന്ന് വരുന്ന അവർക്ക് കേരളത്തിലെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ദർശനം നടത്തേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ, ചോറ്റാനിക്കര പല ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തിയിട്ടാണ് അവർ മടങ്ങിപ്പോകാറ്. അതുകൊണ്ട് വരുന്നവരും നല്ലൊരു വിഭാഗം ആളുകൾ എപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെയാണ് ആശ്രയിക്കാറ്. മാത്രവുമല്ല, ശബരിമല സീസൺ എന്ന് പറയുന്നത് 2 മാസക്കാലമാണ്. ഈ 2 മാസക്കാലം വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഇവിടെ ആറന്മുളയിൽ ഒരു വിമാനത്താവളം വേണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ്? മാത്രവുമല്ല, ശബരിമല ക്ഷേത്രത്തിന്റെ അടുത്താണ് എത്രയോ എസ്റ്റേറ്റുകൾ കിടക്കുന്നു. അയ്യപ്പ ഭക്തന്മാർക്ക് പ്രയോജനപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് KGS ഗ്രൂപ്പ് ഒരു വിമാനത്താവളം കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ ചെങ്ങറയ്ക്കടുത്തും ഒക്കെ പാട്ടക്കാലാവധി കിടക്കുന്ന കഴിഞ്ഞ വലിയ വലിയ ഭൂമികൾ വിസ്തൃതമായിട്ട് കിടപ്പില്ലേ?
എത്രയോ എസ്റ്റേറ്റുകളുണ്ട്. അതൊക്കെ ഏറ്റെടുത്ത് വേണമെങ്കിൽ വിമാനത്താവളം ഉണ്ടാക്കാമല്ലോ. അതിനൊരു വൻ പദ്ധതി തയ്യാറാക്കിക്കൂടെ? ഈ അയ്യപ്പ ഭക്തന്മാരോടൊന്ന് കനിഞ്ഞുകൂടെ? ഈ ആറന്മുളയിൽ നെൽപ്പാടമിട്ട് നികത്തി ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാര വിശ്വാസ സങ്കല്പങ്ങളുമായി അഭേദ്യമായി ബന്ധമുള്ള, അവരൊക്കെ വളരെ പവിത്രമായി കരുതുന്ന, തങ്കയങ്കി സൂക്ഷിച്ചിട്ടുള്ള, അയ്യപ്പനുമായി അങ്ങേറ്റം ബന്ധമുള്ള തിരുവാറന്മുളയപ്പന്റെ തിരുസന്നിധാനം മണ്ണിട്ട് നികത്തി അവിടെ മുഴുവൻ വികലമാക്കി ഒരു വിമാനത്താവളം ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിറങ്ങണമെന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് എന്ത് നിർബന്ധമാണ്? ഒരിക്കലും ഒരു അയ്യപ്പ ഭക്തൻ പോലും ഈ തിരുവാറന്മുളയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന വിക്രിയക്ക് കൂട്ടു നിൽക്കില്ല. മറ്റൊരു വാഗ്ദാനം ഈ വിമാനത്താവളം വരുന്നതിലൂടെ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്നുള്ളതാണ്. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും? നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ചെറുപ്പക്കാരെ കൂടി ഇളക്കുകയാണ്. നിങ്ങൾക്കൊക്കെ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു തൊഴിലാന പദ്ധതി, ഒരു വിമാനത്താവളം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ചെറുപ്പക്കാരത് വീഴുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. എത്ര വലിയ ജനവിരുദ്ധമായ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായാലും തൊഴിലെടുക്കാൻ ഒരുപക്ഷെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാം. പ്ലാച്ചിമടയിൽ ഒരുപക്ഷെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി പെപ്സി കോളേജിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ആ പരിസര പ്രദേശത്ത് എമ്പാടുമുള്ള ജനങ്ങളുടെ കുടിനീർ വറ്റിച്ചുകൊണ്ട്, കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് അവിടെ ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നതിനെതിരെ സമരം നടന്നപ്പോൾ തങ്ങൾക്കൊക്കെ തൊഴിൽ കിട്ടുന്ന സ്ഥാപനമാണ് മുടക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരനൊക്കെ തോന്നിട്ടില്ല. ജനവിരുദ്ധമായ, ജനങ്ങളുടെ താല്പര്യങ്ങൾ ധ്വംസിക്കുന്ന പ്രോജക്റ്റുകളും ഒക്കെ വരുമ്പോൾ തൊഴിൽ ചിലർക്കൊക്കെ കിട്ടിയെന്ന് വരാം. പക്ഷെ ഇവിടെ ആളുകൾക്ക് ആർക്കെങ്കിലും തൊഴിൽ കിട്ടുമോ എന്നുള്ളതല്ല. പക്ഷേ അതിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്ന മുഞ്ചപ്പാട ശേഖരം മുഴുവൻ തന്നെ മത്സ്യകൃഷി വളർത്തൽ ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയെന്നിരിക്കട്ടെ. വേണമെങ്കിൽ ഇവിടെ ഒരു വലിയ കാർഷിക സംസ്കൃതി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതിനൊക്കെ ഒരു ഗവേഷണ കേന്ദ്രം തന്നെ ഇവിടെ സ്ഥാപിക്കാമല്ലോ. ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചുകൂടെ? വലിയൊരു യൂണിവേഴ്സിറ്റി ആയിക്കൂടെ? ഒരു പൈതൃക യൂണിവേഴ്സിറ്റി ആയിക്കൂടെ? അങ്ങനെ സൃഷ്ടിപരമായ, രചനാത്മകമായ ഈ പൈതൃക ഗ്രാമത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന മഹത് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാം. എന്തുകൊണ്ട് ഗവൺമെന്റ് അതേപ്പറ്റി ചിന്തിക്കുന്നില്ല? ഇവിടെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി വൻ പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഈ പാടശേഖരത്തെ 2000-3000 ഏക്കറോളം വരുന്ന ഈ പാടശേഖരം, അവിടുത്തെ പുഞ്ച പാടവും അതുപോലെ വിരിപ്പ് പാടവും ഒക്കെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാക്കേജ് ഗവൺമെന്റ് കൊണ്ടുവരൂ. എത്ര ആളുകൾക്ക് തൊഴിൽ കിട്ടും? മത്സ്യ വളർത്തൽ കേന്ദ്രം തുടങ്ങട്ടെ, എത്രയോ ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. അങ്ങനെ അതേപ്പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇവിടെ ആദ്യം പരിസ്ഥിതി മന്ത്രാലയം പറഞ്ഞു ഇത് പരിസ്ഥിതി നാശം ഉണ്ടാകുന്നതുകൊണ്ട് അനുവാദം നൽകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വ്യോമയാന മന്ത്രാലയം പറഞ്ഞു 150 കിലോമീറ്ററിനുള്ളിൽ, ഒരു വ്യോമ ദൂരത്തിന്റെ ഉള്ളിൽ മറ്റൊരു എയർപോർട്ട്, വിമാനത്താവളം ഞങ്ങൾ അനുവദിക്കില്ല, അതുകൊണ്ട് NOC തരില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു INS ഗരുഡയുടെ വ്യോമാതിർത്തിയിൽപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇതിന് അനുമതി തരാൻ പ്രതിരോധ മന്ത്രാലയത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇത് വിമാനത്താവളം സാധ്യമല്ല എന്ന് പറഞ്ഞ പരിസ്ഥിതി മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രാലയവും എന്തുകൊണ്ട് ഇപ്പോൾ അനുമതി കൊടുത്തു? പറ്റില്ല എന്ന് പറഞ്ഞവർ 2 വർഷത്തിനുള്ളിൽ തങ്ങളുടെ നിലപാട് മാറ്റി അനുമതി കൊടുത്തു. അതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. പാടില്ല എന്ന് പറഞ്ഞ കാര്യം ആകാം എന്ന് പറഞ്ഞ് ഭരണാധികാരികളെ കൊണ്ട് തീരുമാനം മാറ്റിമറിപ്പിക്കാൻ തക്ക വിധത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയവരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കേണ്ട ബാധ്യത ഈ നാട് ഭരിക്കുന്നവർക്കുണ്ട്. വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഭരണകൂടങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാ നിയമങ്ങളും എതിരായിരുന്നിട്ടും നിയമലംഘനങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് വ്യക്തമായിരുന്നിട്ടും എല്ലാവിധ കീഴ്വഴക്കങ്ങളും ലംഘിച്ചു എന്ന് വ്യക്തമായിരുന്നിട്ടും ഒരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കാതെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് എന്തിന് പ്രതിരോധ മന്ത്രാലയവും പരിസ്ഥിതി മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഇതിനെ എങ്ങനെ അഴിമതി കൊടുത്തു? അഴിമതിക്ക് പിന്നിൽ നിരവധി ചരടുവലികളും കള്ള പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. നിരവധി കരുനീക്കങ്ങൾ നടന്നിട്ടുണ്ട്. വൻ തുകയുടെ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടതാണ്. വാസ്തവത്തിൽ സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും സ്നേഹിക്കുന്ന, അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഒരിക്കലും
ഈ ആറന്മുള വിമാനത്താവളത്തെ അനുകൂലിക്കില്ല. ഈ സമരം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മഹത്തായ ധർമ്മവും സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും നിലനിർത്തിക്കൊണ്ട് നാടിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ്. നമ്മുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പ്രകൃതി, പുഴയും തോടും നീർച്ചാലുകളും കുന്നുകളും മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ കൊണ്ട് നിബിഡമായ നമ്മുടെ ഗ്രാമ്യ ഭംഗി നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ ഭൂമി ഒരു ശവശരീരമാണ്, ജഡമാണ്. നമ്മൾ പ്രകൃതി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. KGS ഗ്രൂപ്പ് അവിടെ മണ്ണിട്ട് നികത്തിയിരിക്കുന്നത് ഓർക്കണം. അവിടുത്തെ പാവപ്പെട്ട 1 ഏക്കർ 2 ഏക്കർ വരുന്ന കർഷകരുടെ ഭൂമി, അവിടുത്തെ നിലം മാത്രമല്ല, പാടശേഖരം മാത്രമല്ല, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വലിയ തോടുകൾ, ചാലുകൾ മണ്ണിട്ട് നികത്തി. ആരോട് ചോദിച്ചിട്ടാണ്? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ തോടുകൾ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന, അവർക്കെല്ലാവർക്കും അവകാശപ്പെട്ട വെള്ളം ഒഴുകിപ്പോകുന്ന ആ നീർച്ചാലുകൾ മണ്ണിട്ട് നികത്തിയവർ രാജ്യദ്രോഹികളാണ്. ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടില്ലേ? ലാൻഡ് റവന്യൂ കമ്മീഷണർ ആ മണ്ണിട്ട് നികത്തിയവരോട് 18 ലക്ഷം രൂപ ഈടാക്കി അവരുടെ സ്വന്തം ചെലവിൽ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ചോദ്യമതാണ്. അവിടെ വില്ലേജ് ഓഫീസറും തഹസീൽദാരും ഡെപ്യൂട്ടി കളക്ടറും RDOയും ഉൾപ്പെടെ എല്ലാവരും കുറ്റക്കാരാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അത് ആദ്യ അവസാനം ഇന്നേ വരെ അവിടെ മുഴുവൻ അഴിമതികളും ക്രമക്കേടുകളും നിയമവിരുദ്ധമായ നടപടികളും മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ പറയുന്നു. അഴിമതിയുടെയും ക്രമക്കേടുകളുടെയും ഘോഷയാത്രയാണ്. വാസ്തവത്തിൽ വഞ്ചിപ്പാട്ടുകൾ പാടി ജലഘോഷയാത്ര നടക്കുന്ന ഒരു പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആറന്മുളയിൽ നമ്മൾ അഴിമതിയുടെയും ക്രമക്കേടുകളുടെയും ഘോഷയാത്ര കാണേണ്ടി വരുന്നു. നമുക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിക്കണം. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അതുപോലെ തന്നെ അന്വേഷണം നടത്തിയിട്ടുള്ള എല്ലാവരും പറയുന്നു ഇത് നിയമവിരുദ്ധമാണ്. നടപടി സ്വീകരിക്കുന്നുണ്ടോ? നിയമസഭാ കമ്മിറ്റി മെമ്പർമാർ അവിടെ വന്നു. 7 MLA-മാരെന്ന് പറയുന്നത് ജനപ്രതിനിധികളാണ്. ആ ജനപ്രതിനിധികൾ MLA-മാർ അടങ്ങുന്ന സംഘം ആ പരിസര പ്രദേശത്ത് മുഴുവൻ യാത്ര ചെയ്ത് അത് മുഴുവൻ അവർ കണ്ടു. അത് കണ്ടതിന് ശേഷം, അവർ പഠിച്ചതിന് ശേഷം, നാട്ടിലുള്ള ജനങ്ങളോട് ആശയവിനിമയം നടത്തിയതിനു ശേഷം, ചർച്ച ചെയ്തതിനു ശേഷം, മണ്ണിട്ട് നികത്തിയ KGS ഗ്രൂപ്പുകാരനും അനുകൂലിക്കുന്ന വിമാനത്താവളത്തെ അനുകൂലിക്കുന്നവരും ഒക്കെയായി ചർച്ച ചെയ്തതിനു ശേഷം അവർ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ മണ്ണിട്ട് നികത്തിയ ചാലുകൾ എല്ലാം, തോടുകളെല്ലാം, മണ്ണിട്ട് നികത്തിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ നിന്നും മണ്ണെടുത്ത് നീക്കണം. അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. ഇവിടെ വിമാനത്താവള പദ്ധതി റദ്ദ് ചെയ്യണം എന്നാണ് നിയമസഭാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ കമ്മിറ്റിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഉണ്ട്. അതിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, എല്ലാവരും ഉണ്ട്. കോൺഗ്രസിന്റെ MLA ആണ് അതിന്റെ അധ്യക്ഷൻ. അതുപോലെ അതിൽ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഉണ്ട്, പ്രതിനിധികളുണ്ടല്ലോ. ആ നിയമസഭാ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെടുന്നു, സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കണം. എന്തുകൊണ്ട് സർക്കാർ അത് ചെവിക്കൊള്ളുന്നില്ല? 500 ഏക്കർ ഭൂമി നോട്ടിഫൈ ചെയ്ത്, വ്യവസായ മേഖലയായിട്ട് നോട്ടിഫൈ ചെയ്ത് ആ ഒരു ഉത്തരവ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഡീനോട്ടിഫൈ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത ഉറപ്പാണ്. എന്തുകൊണ്ട് ഇന്നേവരെ മുഖ്യമന്ത്രി ആ ഉറപ്പ് പാലിക്കുന്നില്ല? ഉറപ്പ് പാലിക്കേണ്ടതല്ലേ? നമ്മൾ വസ്തുതകൾ വ്യക്തമായി ബോധ്യപ്പെട്ട് ഇതിന്റെ നന്മ തിന്മകളെ മനസ്സിലാക്കി ഇത് എത്ര കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഹാനികരമാണ്, വിനാശകരമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്നവരെല്ലാം രംഗത്ത് വരേണ്ടതാണ്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണ്, നമ്മുടെ അമ്മയാണ്. ആ അമ്മയുടെ മാരടം കുത്തിപ്പിളർക്കുന്നവർ, ഈ പൈതൃകത്തിന്റെ അന്തകന്മാരായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നവർ, അവർ രാജ്യദ്രോഹികളാണ്. അവരെ ആ നിലയ്ക്ക് തന്നെ കാണണം. അവർക്കെതിരെ ഒരു വലിയ ജനമുന്നേറ്റം അനിവാര്യമായി തീർന്നിരിക്കുന്നു. തിരുവാറന്മുള അപ്പന്റെ തിരുസന്നിധാനത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ആ പമ്പയാർ നാളെ വറ്റിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ
പള്ളിയോടങ്ങളെല്ലാം ഭാവിയിൽ വെറും കാഴ്ചവസ്തുക്കളായി നമ്മുടെയൊക്കെ കരകളിൽ, അതിൻ്റെ പുരകളിൽ, നാട്ടിൽ ഒരു കാലത്ത് ഇവിടെ പള്ളിയോടങ്ങൾ ഒരു വള്ളംകളിയിൽ പങ്കെടുത്തിരുന്നു എന്ന് അടുത്ത തലമുറയെ പറഞ്ഞു മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു ഗതികേടിലേക്ക് വരുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ കൂട്ടുനിൽക്കണം. വഞ്ചിപ്പാട്ട്, അതുപോലെ പള്ളിയോടങ്ങൾ, ജലോത്സവം, ആറന്മുള കണ്ണാടി, അതുപോലെ അവിടുത്തെ പള്ളി വിളക്കുകൾ എല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. അതൊരനുഭൂതിയാണ്. തിരുവാറന്മുളയപ്പൻ, തിരുവാറന്മുള എന്നൊക്കെ പറയുന്നത് വികാരമാണ്, ഒരു അനുഭൂതിയാണ്, ഒരനുഭവമാണ്. അതിനെ തട്ടി തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു വലിയ പ്രക്ഷോഭമാണ്. ഈ പ്രക്ഷോഭത്തെ പണം കൊണ്ട് നേരിടാൻ സാധ്യമല്ല. പോലീസിനെ കൊണ്ടും പട്ടാളത്തെ കൊണ്ടും നേരിടാമെന്ന് ആരും വ്യാമോഹിക്കരുത്. പണത്തിന്റെ ഹുങ്കിൽ, അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ തങ്ങളുടെ കൈവശമുള്ള ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താമെന്നും അങ്ങനെ അവിടെ വിമാനത്താവളം പണിയാമെന്നും ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർ കഴിയുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. വാസ്തവത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടണം. ഇത് ജനങ്ങളുടെ ഒരു സമരമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരമാണ്. അവർ കുടിവെള്ളത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, വായുവിന് വേണ്ടി നടത്തുന്ന സമരമാണ്. അവർക്കും ജീവിക്കണം മറ്റുള്ളവരെ പോലെ. അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എയർ കണ്ടീഷൻ മുറിയിൽ സുഖമായി കിടന്നുറങ്ങാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ മണ്ണ്. ഈ മണ്ണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലുമുറിയ ചോര നീരാക്കി പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര ചിന്തി ഈ നാട്ടിൽ കെട്ടിപ്പടുത്ത പൈതൃകമാണ്. അതിനെ കേവലം ചില സ്വാർത്ഥ താല്പര്യക്കാർ പണമുണ്ടാക്കാൻ വേണ്ടി ആ ഒരു കൊതിയോടുകൂടി വരുന്നവരുടെ മുന്നിൽ കാഴ്ചവെക്കാൻ ഒരിക്കലും നാടിനെ സ്നേഹിക്കുന്നവർക്ക് സാധ്യമല്ല. മാനം വിറ്റ് വിമാനം വേണ്ട. മാനമാണ് വലുത്, വിമാനമല്ല. അഭിമാനമാണ് ഏറ്റവും വലുത്. അന്തസ്സാണ് നമുക്ക് വലുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുവാറന്മുള എന്ന് പറഞ്ഞാൽ അത് വിട്ടൊരു ജീവിതമില്ല. പട്ടിണി വേണമെങ്കിൽ കിടക്കാം, വേണമെങ്കിൽ ജയിലറകളിൽ വെച്ച് പോകാം, വേണമെങ്കിൽ അടിയും ഇടിയും തൊടിയും വെട്ടും കുത്തുമേറ്റുകൊണ്ട് വിരുമാറ് കാട്ടിക്കൊണ്ട് വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് പോകാൻ തിരുവാറന്മുളയെ സ്നേഹിക്കുന്നവരെ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഇത് നമ്മുടെ മാത്രം ഒരു വ്യക്തിപരമായ ആവശ്യമല്ല, ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്. സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ, എന്ത് കഷ്ടനഷ്ടങ്ങളും ഏറ്റുവാങ്ങാൻ ഈ തിരുവാറന്മുളയുടെ പൈതൃകത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരു വലിയ സഹന സമരത്തിന് തയ്യാറാകാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറാകണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ഇത് കാലം നമ്മെ തൊട്ടുണർത്തുകയാണ്. കാലം നമ്മളോട് ആവശ്യപ്പെടുന്നു, ഉണരൂ, ഉയരൂ, നമ്മുടെ പൈതൃകത്തെ രക്ഷിക്കൂ, തിരുവാറന്മുളയുടെ വിലാപം കേൾക്കൂ. ഇവിടെ കുറെ അന്തകന്മാർ, കഴുകന്മാർ, അവർ തങ്ങളുടെ പച്ചമാംസത്തിനും ചുടുചോരയ്ക്കും വേണ്ടി വട്ടമിട്ട് പറക്കുമ്പോൾ നമുക്കൊരു കടമയുണ്ട്, ഒരു ചുമതലയുണ്ട്. ആ ചുമതല നാടിനോടാണ്, ജനങ്ങളോടാണ്. അത് നിറവേറ്റാൻ നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകണം. അവസാനത്തെ തുള്ളി രക്തം നമ്മളിൽ നിന്നും വാർന്നൊഴുകുന്നത് വരെ, അവസാനത്തെ വായു ശ്വസിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ പൈതൃകത്തിന് വേണ്ടി മുന്നേറാം, പടപൊരുതാം, അണിചേരാം. അങ്ങനെ നമ്മുടെ സാംസ്കാരിക പൈതൃകവും നമ്മുടെ കാർഷിക സംസ്കൃതിയും വിജയ വൈജയന്തി പാറിപ്പറപ്പിച്ചുകൊണ്ട് നാടിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ വരും നാളുകളിൽ നടക്കുന്ന മുന്നേറ്റങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്തേ.